RSSനോ സംഘപരിവാറിനോ ഒരു ഫോഴ്സിനും ഇതിനെ തടയാൻ പറ്റത്തില്ല. പ്രധാന ഇഷ്യൂ അതിനെ അഡ്രസ്സ് ചെയ്യുക. ജാതീയത അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇവരെ സഹോദരന്മാരായിട്ട് കണക്കാക്കുക. അതവർ തയ്യാറല്ല. ഇതാണ് ഇതിൻ്റെ പ്രധാന. അപ്പൊ ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്തുവാ? എന്തതിനെ മനസ്സിലാക്കുന്നത്? ഇവർക്ക് ഭയമോ? ഇവർക്ക് ഭയം തുടങ്ങി, ശരിക്കും ഭയം തുടങ്ങി. ഭയം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഭയം തുടങ്ങി. ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഗെയിമോ. കാരണം ആൾക്കാർക്ക് സാമ്പത്തികവും അവന് ജോലിയും അവന് എഡ്യൂക്കേഷനും അവന് അറിവും കിട്ടിക്കഴിഞ്ഞാൽ അവൻ അടിമയാകത്തില്ല ലോകത്തെവിടെയും. അത് ഇന്ത്യയിൽ സംഭവിക്കുന്നു. അതിനാരെയാണ് നിങ്ങൾ കുറ്റം പറയേണ്ടത്? അവർക്ക് ഈ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ എങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റും? യഥാർത്ഥ ക്യാൻസർ അങ്ങ് ചെയ്യും, അതങ്ങ് അഡ്രസ്സ് ചെയ്താൽ പോരെ. അത് മാറ്റുന്നില്ല. ആ വലിയ പുണ്ണുമായിട്ടും ക്യാൻസറുമായിട്ടും നിൽക്കുകയാണ് ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറ്റാൻ അവർ തയ്യാറല്ല. അതിൻ്റെ കൂടെ ഹിന്ദുക്കൾ എന്തിനാണ്, ബാക്ക്വേർഡ് ക്ലാസും ആദിവാസികൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? നിങ്ങൾ അവരെ നിങ്ങൾ മനുഷ്യരായിട്ട് അവരെ കാണുക. അതിനും തയ്യാറല്ല. അതിൽ ഈ ആർട്ടിക്കിളിൽ അത് പറയുന്നത് എന്താ? എൻ്റെ നരേറ്റീവ്സ് എന്ന് പറയുന്ന സംഭവം. അടുത്തൊരു പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് സായുധ വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നു. അതാണ് തെറ്റായ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക.